നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളു. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് മേജറായിട്ടുള്ള പെയേഴ്സ്, ഫോറക്സ് പെയേഴ്സ്, അതുപോലെ തന്നെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, US oil അതിൻ്റെ ഒരു ട്രെൻഡ് നോക്കാം. നമ്മളിത് കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിരിക്കുന്ന ഒരു ട്രെൻഡാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സ്ട്രോങ് ബൈ എന്ന് നൽകിയിരുന്ന നോക്കുക. BTC, അതുപോലെ തന്നെ ഗോൾഡ്, USD CAD, USD JPY, USD CHF. ഇതാണ് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ട്രെൻഡ്, സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. ഇതിലൊരു ഗ്രാഫ് നമുക്ക് നോക്കാം. ഇപ്പോഴും ട്രെൻഡ് ചേഞ്ച് ആയിട്ടില്ല. നെക്സ്റ്റ് വീക്കിലും ഇത് സെയിം ട്രെൻഡിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. സ്ട്രോങ് പോസിറ്റീവ് ട്രെൻഡാണ് ഇത്. USD CAD ആണ്, ഡെയിലി ഗ്രാഫാണ്. സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ USD JPY, ഇതും കഴിഞ്ഞ ആഴ്ചയിൽ സ്ട്രോങ് ആയിട്ടുള്ള ബൈ പറഞ്ഞിരിക്കുന്നതാണ്. സ്റ്റിൽ ബൈ ട്രെൻഡിലാണ് നിലനിൽക്കുന്നത്. അവസാനത്തെ ഒരു ദിവസം പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും കഴിഞ്ഞ ദിവസം തിരിച്ചു കയറിക്കൊണ്ട് പോസിറ്റീവ് ട്രെൻഡ് ചേഞ്ച് ആയിട്ടില്ല. അതുപോലെ തന്നെ ഇത് ഈ പെയറായാലും സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് ആണ്. പോസിറ്റീവിന്റെ ഒരു കണ്ടിന്യൂഷനിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരിക്കുന്നത് ഗോൾഡാണ്. ഗോൾഡിന്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡിന്റെ ട്രെൻഡും സ്റ്റിൽ പോസിറ്റീവ് ആണ്. അതാണ്ട് ദിവസത്തിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിൽ ട്രെൻഡ് ചേഞ്ച് ആയിട്ടില്ല. സ്റ്റിൽ പോസിറ്റീവ് തന്നെയാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ BTCയുടെ ട്രെൻഡ് ആയാലും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തുടക്കത്തിൽ പോസിറ്റീവ് തന്നെയാണ് പറഞ്ഞത്. അവസാനത്തെ രണ്ടും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും സ്റ്റിൽ പോസിറ്റീവിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള പോസിറ്റീവില് നിലനിൽക്കുന്നത്. അടുത്ത ആഴ്ചയിലും സ്റ്റിൽ പോസിറ്റീവ് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ US oil വോളറ്റൈൽ ആണെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിരിക്കുന്നത്. ഈ ആഴ്ചയിലും സ്റ്റിൽ വോളറ്റൈൽ ട്രെൻഡ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. US oil നമുക്ക് നോക്കാം. സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിൽ നിൽക്കുന്നത് നിഫ്റ്റി, EURUSD, NSD-USD, GBP-USD. ഇത് സ്ട്രോങ് ആയിട്ടുള്ള സെല്ലാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ മീഡിയ പോസിറ്റീവ് നിൽക്കുന്നതാണ് നാസ്ഡാക്ക് എന്ന് പറയും. ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് സെല്ലല്ല, കൺസോൾട്ടേഷൻ ആണ്. ഫിൻ നിഫ്റ്റി ആയാലും നമ്മൾ ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി റേഞ്ച് പറഞ്ഞിരുന്നു. അതാണ് ഇങ്ങനത്തെ ഒരു സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നിഫ്റ്റി ഗ്രാഫ് നോക്കാം. നിഫ്റ്റി ഗ്രാഫ് സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. 1-2 ദിവസം ഒരു പോസിറ്റീവ് നിന്നെങ്കിലും പോസിറ്റീവിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല. നമ്മൾ നിഫ്റ്റിയുടെ ലെവലിൽ തന്നെ സൂചിപ്പിച്ചായിരുന്നു. നിഫ്റ്റി പോസിറ്റീവായിട്ട് നിലനിൽക്കണമെങ്കിൽ ഇനി മുകളിലേക്ക് ആയാലും നിഫ്റ്റിക്ക് 20,500-600 റേഞ്ചിന്റെ അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഇനി ഷോർട്ട് കവറിങ് എന്നുള്ള ഒരു സാധ്യത കാണുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ഇതൊരു കൺസോൾട്ടേഷൻ റേഞ്ച് ആണ്. നമ്മൾ ഈ കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിൽക്കുന്നതിനെക്കാട്ടി മുൻപ് തന്നെ ഓൾറെഡി നമ്മൾ പ്രൊഡിക്ഷൻ നടത്തിയിരുന്നു 5,400. അതുപോലെ തന്നെ ഈ ഒരു ലെവല് റെസിസ്റ്റൻസ് ലെവലാണ്. ആ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് റേഞ്ചിന്റെ ഉള്ളിലാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുമ്പോൾ ഈ റേഞ്ചിൽ വരുമ്പോൾ ബൗൺസ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തും. ഈ റേഞ്ചിലേക്ക് ബൗൺസ് ചെയ്താലും ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ഈ റേഞ്ചിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങിനും സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും സെയിം ആണ്. കഴിഞ്ഞ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സെന്റിമെന്റ് അല്ല, സ്ലൈറ്റ്ലി ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് തന്നെയാണ് ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ കാണുന്നത്. അതുപോലെ തന്നെ US oil നോക്കുകയാണെങ്കിൽ US oil സ്ട്രോങ് ആയിട്ടുള്ള വോളറ്റൈലാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് വോളറ്റാലിറ്റി ഉണ്ട്. വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ടാണ് താഴത്തേക്ക് ഒരു ഗ്യാപ് ഡൗൺ ആയിരുന്നു ഓപ്പൺ വന്നിരുന്നത്. അതേപോലെ തന്നെ തിരിച്ചു കയറി ഒരു വോളറ്റാലിറ്റി US oilന്റെ വോളറ്റാലിറ്റി കാണിച്ചു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് US oil നിലനിൽക്കുന്നത്. വരും ആഴ്ചകളിലായാലും ഈ ഒരു ട്രെൻഡ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിൽ നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യാണ്. യൂറോ സ്ട്രോങ് സെല്ലാണ്. വൈലേക്ക് അത് കൺവേർട്ട് ആയിട്ടില്ല. വൈലേക്കിന്റെ മുകളിലേക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസിലേക്ക് നിലനിൽക്കണം. അതുപോലെ തന്നെ NSD ഇതും കഴിഞ്ഞ ആഴ്ചയിൽ സ്ട്രോങ് സെല്ലിൽ ലിസ്റ്റ് പെടുന്നതാണ്. സ്റ്റിൽ സ്ട്രോങ് സെല്ലിൽ ലിസ്റ്റിലാണ്. അതുപോലെ GBP സ്ട്രോങ് സെല്ലാണ്. കഴിഞ്ഞ 1-2 ദിവസം പോസിറ്റീവ് ക്യാൻഡിൽ ആണെങ്കിലും ബൈക്ക് കൺവേർട്ട് ആയിട്ടില്ല. ഇപ്പോഴും ബൈയിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല. സ്റ്റിൽ സെൽ ഓൺ റൈസ് സ്ട്രാറ്റജിയിലാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ നാസ്ഡാക്ക് മാർക്കറ്റ്, US മാർക്കറ്റ് US എലക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ചെറിയൊരു പോസിറ്റീവാണ് സെന്റിമെന്റിൽ. കഴിഞ്ഞ ദിവസത്തിലായാലും
കഴിഞ്ഞ ആഴ്ചയിലായും പോസിറ്റീവാണ് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. തുടക്കത്തിൽ ഒരു ബൗൺസ് ഉണ്ടായിരുന്നു. അതിനുശേഷം അവസാനത്തെ 1-2 ദിവസം പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റിൽ ആ ഒരു റേറ്റ് തന്നെയാണ് US 100 നിലനിൽക്കുന്നത്. നമുക്ക് ഇനി മെയിനായിട്ട് നിഫ്റ്റിയുടെ ട്രെൻഡ്, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ട്രെൻഡ് നമ്മൾ നോക്കുന്നത്. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ നിഫ്റ്റിക്ക് 24,500-600 റേഞ്ച്, 2450, 2460 ഈ രണ്ട് റേഞ്ചും ഹയർ ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ അടുത്തുനിന്ന് പ്രോഫിറ്റ് ബുക്കിന് സാധ്യത ഈ റേഞ്ചിന്റെ മുകളിലേക്കും ക്ലോസിംഗ് ബേസിസിൽ, ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയ പോസിറ്റീവ് സെന്റിമെന്റിൽ കിട്ടും. താൽക്കാലികമായിട്ടുള്ള ഒരു പോസിറ്റീവ് മൊമെന്റം മുകളിലേക്ക് കിട്ടും. ബൈർ ഓപ്പർച്യൂണിറ്റി, എന്നാൽ മാത്രമാണ് ആ ഒരു ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. അല്ലെങ്കിൽ സ്റ്റിൽ സെൽ ഓൺ റൈസ് സ്ട്രാറ്റജി തന്നെയാണ് നിഫ്റ്റിയിൽ ചെയ്യേണ്ടത്. അപ്പൊ അതേപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷനും. കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിൽ നിന്ന് തിരിച്ചു കയറി 50,400 നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രഡിക്ഷൻ നടത്തിയിരിക്കുന്ന സപ്പോർട്ടാണ്. ഇതിന്റെ താഴത്തേക്ക് ക്ലോസ് നടത്തിയാണ് ഇനി അടുത്ത ലെവല് പ്രഡിക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ, അതായത് 52,500 ആ റേഞ്ചിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് മുകളിലേക്ക് ഒരു ക്ലോസിംഗ് ലെവൽ നിലനിർത്തിയാലാണ് ഈ സെന്റിമെന്റിൽ ഒന്ന് ചേഞ്ച് ആവുന്നത്. ഇപ്പൊ നിഫ്റ്റിയിലായാലും മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ദിവസം അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ ദീപാവലിയുടെ മൂവ്മെന്റ് ആണ്. ഇത് ബേസ് ചെയ്തിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്ന് ഫോളോ ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ടണലിൽ നൽകാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസത്തെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നൽകിയിട്ടുണ്ട് എക്സാക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, അതനുസരിച്ച് മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. ഫിൻ നിഫ്റ്റിയിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ്, വരും ദിവസം സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫിനിഷിയുടെ കറണ്ട് ട്രെൻഡ് ആയാലും നമുക്ക് രണ്ട് സൈഡിലേക്കും ബോത്ത് സൈഡിലേക്കും പ്രോബബിലിറ്റി ഉള്ള ട്രെൻഡാണ് കാണുന്നത്. പക്ഷെ സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ് ട്രെൻഡ് കാണുന്നത്. നമുക്ക് നോക്കാം റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്. ഫിനിഷർ റെസിസ്റ്റൻസ് 24,000, 23,800 രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ച്. ഈ റേഞ്ചിൽ നിന്ന് എങ്ങോട്ടാണ് നിലനിൽക്കുന്നത്, ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 23,000 താഴെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 23,585 സപ്പോർട്ടാണ്. ഇനി 585 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് കൂടുതൽ വീക്ക്നെസ് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 24,000 മുകളിലാണെങ്കിൽ 24,000 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 24,200 റെസിസ്റ്റൻസ് വരുന്നത്. 24,200 മുകളിൽ 24,365 ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ്. 24,200 താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് കൂടുതൽ സാധ്യത, ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 24,000 കൂടി താഴെ വന്നാൽ കൂടുതൽ വീക്ക്നെസ് ആണ്, പ്രോഫിറ്റ് ബുക്കിന് സാധ്യത. ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സ്ആർ അടിക്കുന്നതിൽ ഫിനിഷ് നിലനിൽക്കാനായിട്ട് സാധിക്കും. റെസിസ്റ്റൻസ് ഇപ്പൊ ഹയർ ലെവലിലേക്ക് പോകും തോറും സ്ട്രോങ് റെസിസ്റ്റൻസുകൾ ഉണ്ട്. 505, 500 അടുത്താണ് 605. ഈ രണ്ടും സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് ഹയർ ലെവല്. ഇൻ കേസ് ഗ്യാപ്പ് ഓപ്പണിംഗ് കിട്ടുന്ന ഒരു സമയത്ത് ഈ ഒരു ലെവൽ എത്തുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പൊ അതുപോലെ തന്നെ 24,325 സപ്പോർട്ട്. 325 താഴെ ഓപ്പണിംഗ്, ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 370 മുകളിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 440 അടുത്ത റെസിസ്റ്റൻസ്. അതിനുശേഷം 505 റെസിസ്റ്റൻസ്. മെയിൻ ആയിട്ട് റെസിസ്റ്റൻസ് ഏരിയകൾ എത്തുന്ന ഒരു സമയത്ത് ശ്രദ്ധിക്കുക. മെയിൻ ആയിട്ട് റെസിസ്റ്റൻസ് ഏരിയകൾ ഉണ്ട്. 370 റെസിസ്റ്റൻസ് ആണ്, 440 റെസിസ്റ്റൻസ് ആണ്, 505 റെസിസ്റ്റൻസ് ആണ്, 605 വരെ റെസിസ്റ്റൻസ് ഏരിയകളുണ്ട്. അതുപോലെ തന്നെ ലോവർ ലെവല് 24,180 സപ്പോർട്ട് വരുന്നത്. 24,105 സപ്പോർട്ട് വരുന്നത്. ഓപ്പണിൽ നിന്ന് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ ബൗൺസിന് സാധ്യതയുണ്ട്. 325 റെസിസ്റ്റൻസ്. 325, 370 ഈ ലെവലിൽ നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ 370 മുകളിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. 370 മുകളിൽ സസ്റ്റെയിൻ ചെയ്താലാണ് 325 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. എക്സാക്റ്റ് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. റൈറ്റ് ടണലിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും.